നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനി വരാനിരിക്കുന്ന അശുഭ വാർത്തകൾ, ഭാവിയെക്കുറിച്ച് ഏറെ ആകുലതയോടുകൂടി ജനങ്ങൾ ഇക്കാര്യങ്ങൾ നോക്കിക്കാണാറുണ്ട്. ഇനി ഉണ്ടാകുന്ന സംഭവവികാസങ്ങളെ മുൻകൂട്ടി അറിഞ്ഞാൽ അതിനോടൊന്ന് തയ്യാറെടുത്തിരിക്കാമെന്നാണ് പൊതുജനങ്ങൾ പലരും ഇതിനോട് പറയുന്നത്. അത്തരത്തിൽ പ്രവചനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അക്കൂട്ടത്തിലാണ് ഇനി വരാനിരിക്കുന്ന ചില ദുരന്തങ്ങൾ. ഇപ്പോഴത്തെ സംഭവവികാസങ്ങളുമായി കൂട്ടിച്ചേർത്ത് വായിക്കാൻ കഴിയുന്നതാണ്. 2026 ലോകത്തെ തന്നെ ചാരമാക്കാൻ കഴിയുന്ന സംഭവങ്ങൾ ഉണ്ടാകുമോ? ജപ്പാനിലുണ്ടാകുന്ന ആ വാതക മേഘം എന്താണ്? ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ എന്ത് സംഭവിക്കും? കൃത്യമായി ഒരു പ്രവാചകൻ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന വിപത്തുകൾ, യുദ്ധങ്ങൾ, മാറ്റങ്ങൾ, നാശം, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ സൂചന കൊടുത്ത ഫ്രഞ്ച് പ്രവാചകൻ നോസ്ട്രഡാമസിനെ കുറിച്ചും ബാബ വാംഗയെക്കുറിച്ചും ഒക്കെ തന്നെ ആഗോളതലത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. നിഗൂഢമായി പറഞ്ഞു വെച്ചിരിക്കുന്ന, വരികൾക്കുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആധുനിക ലോകത്തെ പല സർപ്രൈസുകളും ഇപ്പോഴത്തെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കാറുണ്ട്. സമകാലിക ലോകത്ത് തന്നെ നോസ്ട്രഡാമസിനെ പോലെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പേരാണ് ക്രെയ്ഗ് ഹാമിൽട്ടൺ പാർക്കർ. ബ്രിട്ടീഷ് പ്രവാചകനാണ്. ഇന്ന് ലോകമാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്യുന്നു. പുത്തൻ നോസ്ട്രഡാമസ് എന്ന് വിലയിരുത്തുന്നു. വെറുമൊരു പ്രവാചകനല്ല, മറിച്ച് കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെ, കൃത്യമായ വാക്കുകളിലൂടെ ലോകശ്രദ്ധ ഇതിനോടകം തന്നെ അദ്ദേഹം നേടിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പലവിധ വിഷയങ്ങൾ, ഏറ്റവും ഒടുവിലുള്ള കോവിഡ് പാൻഡമിക് അടക്കം, COVID-19 വൈറസിനെ കുറിച്ച് അടക്കം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. എലിസബത്ത് രാജ്ഞിയുടെ വിയോഗം, ബ്രെക്സിറ്റ്, കോവിഡ്, അങ്ങനെ പലതരത്തിൽ ലോകത്തെ വീർപ്പ് മുട്ടിച്ച വരിഞ്ഞു മുറുകിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൃത്യമായി മുൻകരുതൽ സ്വീകരിക്കാൻ നിർണായക സംഭവങ്ങൾ മുൻകൂട്ടി പ്രവചിച്ച വ്യക്തി കൂടിയാണ് ഹാമിൽട്ടൺ. ആഗോളതലത്തിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവചനം ചർച്ചാ വിഷയമായിട്ടുണ്ട്. 2026 കുറിച്ചും അദ്ദേഹം കൃത്യമായി പറയുന്നു. 2026 നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഉള്ളതിനേക്കാളും ഏറെ ഗൗരവകരമായിട്ടുള്ള പലവിധ വിഷയങ്ങളാണ്. രാഷ്ട്രതന്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, സാങ്കേതിക വിപ്ലവങ്ങൾ, മാറ്റങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു. വരാനിരിക്കുന്ന ലോകം തയ്യാറെടുപ്പുകളുടേതായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആശങ്ക ജനിപ്പിക്കുന്ന പലവിധ വിഷയങ്ങളാണ് ഈ വർഷം നമ്മെ കാത്തിരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കൗതുകവും ഇതോടൊപ്പം തന്നെ ജനിപ്പിക്കുന്ന ചിലവിധ വിഷയങ്ങളുണ്ട്. 2026 കുറിച്ച് ഈ വിധിയുടെ പ്രവാചകൻ പറയുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ യാദൃശ്ചികമായിട്ടോ വരാനിരിക്കുന്ന സംഭവങ്ങളായിട്ടോ ഒന്നും തന്നെ പറയാൻ കഴിയില്ല. പലതരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഹാമിൽട്ടൺ പാർക്കറുടെ അഭിപ്രായം അനുസരിച്ച് 2026 ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു വലിയ ഏടായി മാറും. അസ്ഥിരതയുടെ വർഷമായി വിശേഷിപ്പിക്കും. പുരാതന ഇന്ത്യൻ നാഡീ ജ്യോതിഷം ഉൾപ്പെടെയുള്ള ആത്മീയ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടിയ ദർശനങ്ങളാണ് താൻ ഇത്തരത്തിൽ പ്രവചനങ്ങളായി പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ലോകശക്തികളുടെ സമവാക്യങ്ങളിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടും. രാഷ്ട്രീയവും ഭൗമരാഷ്ട്രീയവുമായിട്ടുള്ള സംഘർഷങ്ങൾ ശക്തി പ്രാപിക്കും. ഈ മുന്നറിയിപ്പുകളൊക്കെ വ്യാപകമായി സോഷ്യൽ മീഡിയ ചർച്ചയ്ക്കെടുത്തിട്ടുണ്ട്. ഏറെ ഗൗരവമായി പലവിധ വിഷയങ്ങളെ നോക്കിക്കാണുമ്പോൾ മറ്റു ചിലർ അതിനെ പരിഹസിക്കുന്നു, തള്ളിക്കളയുന്നു. ഏറ്റവും വിവാദമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനമെന്ന് പറയുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തെയും പ്രത്യേകിച്ച് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാവിയെക്കുറിച്ചാണ്. ഇപ്പോഴുണ്ടായി വരുന്ന ആഗോള സംഘർഷങ്ങൾ 2026 അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ ബാധിക്കും. അസാധാരണമായ സാഹചര്യങ്ങളിൽ അടിയന്തര അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അധികാരം നീട്ടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ട്രംപിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ നോക്കുമ്പോൾ അതിനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ഇനി ചൈന തായ്വാൻ സംഘർഷം, ഏറെക്കാലമായി ഗുരുതരമായി നിൽക്കുന്ന ആ ഒരു വിഷയം, ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടിപ്പുറപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന യുദ്ധം, അതിൽ സംഘർഷം രൂക്ഷമാകുമെന്നാണ് മുന്നറിയിപ്പ്. റഷ്യ ചൈന സഖ്യം കൂടുതൽ കരുത്തുറ്റതാകും. ഇത് അമേരിക്കയെ ഉൾക്കൊള്ളുന്ന വലിയ തോതിലുള്ള യുദ്ധ സാഹചര്യങ്ങളിലേക്ക് അത് നയിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ലോകത്ത് നിലനിൽക്കും. ലോക ക്രമത്തെ തന്നെ അത് ബാധിക്കും. സമവാക്യങ്ങളെയൊക്കെ തന്നെ പുനർനിർവചിക്കാൻ ഇത് കാരണമാകുമെന്നും അദ്ദേഹം പറയുന്നു. ശക്തരാര് എന്നുള്ള മത്സരമായിരിക്കും ഇനി ലോകത്ത് സംഭവിക്കുന്നത്. കിഴക്കൻ ഏഷ്യയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഏറെ ഗൗരവമുള്ളതാണ്. അതായത് എപ്പോഴും പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും വേട്ടയാടുന്ന ജപ്പാന്റെ വടക്കൻ ഭാഗങ്ങളിൽ 2026 ഓഗസ്റ്റിൽ ഒരു വാതക മേഘം പ്രത്യക്ഷപ്പെടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ദുരന്തത്തിന് കാരണമായി മാറിയേക്കും. സ്വാഭാവിക ദുരന്തമായിരിക്കില്ല അത്. രഹസ്യമായ സൈനിക നീക്കങ്ങളോ സ്ഫോടനാത്മക ഇടപെടലുകളോ അതിലുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ഒരു അവകാശവാദം ശാസ്ത്രീയ അടിസ്ഥാനമില്ല. അത്തരത്തിലൊരു കണ്ടെത്തലും ഇതുവരെയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതും ഏറെ വിമർശനം ശക്തമാക്കുന്ന ഒരു ഭാഗം കൂടിയാണ്.
ഈ പ്രവചനങ്ങളൊക്കെ തന്നെ പൊതുജനങ്ങളിൽ കൗതുകവും ആശങ്കയുമാണ് ഒരുപോലെ സൃഷ്ടിക്കുന്നത്. ഇറാനെക്കുറിച്ചും അദ്ദേഹം ശ്രദ്ധേയമായ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. 2026 മാർച്ച് മാസത്തിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ ഒരു കൃത്യമായ ആക്രമണം നടക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. ഇപ്പോഴത്തെ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അച്ചട്ടാകുമോ എന്നുള്ള ആശങ്ക പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ചുവപ്പും മഞ്ഞയും പതാകകളെന്നും അദ്ദേഹം സിംഹത്തിൻ്റെ ചിഹ്നമെന്നും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നു. അത് ഇറാനിലുണ്ടാകുന്ന തന്നെ ചില രാഷ്ട്രീയ കോളിളക്കങ്ങളാകുമോ, അതല്ലെങ്കിൽ ആഭ്യന്തര വിഷയങ്ങളിൽ അട്ടിമറി ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളേറെ സംശയിപ്പിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതിനൊപ്പം തന്നെ ദീർഘകാലത്തിൽ ഇറാനിൽ കൂടുതൽ ജനാധിപത്യപരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുമെന്ന പ്രത്യാശ, സിംഹചിഹ്നവും ജനാധിപത്യ മര്യാദയും ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഭരണകൂടം തന്നെ താഴെ ഇറങ്ങുമോ എന്നുള്ള സംശയവും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവകാശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നേട്ടമായി ഇതിനെയൊക്കെ തന്നെ പറയുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ വരുമ്പോൾ അതിനെ വിമർശിക്കുന്നവരും ഒരു ഭാഗത്തുണ്ട്. ചരിത്രം പറയുന്നത് പോലെ പ്രവചനങ്ങൾ പലപ്പോഴും പൊതുവായ ഭാഷയിൽ പറയുന്നതാണ്. പിന്നീട് നടക്കുന്ന ചില സംഭവങ്ങളെ ബന്ധിപ്പിച്ച് ചിലതൊക്കെ അത് സംഭവിക്കാറുണ്ട്. യാദർശികമായി അത് സംഭവിച്ചേക്കാം, എന്നാലും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാം. ശാസ്ത്രീയമായി അതിനെ പറയാനൊന്നും തന്നെ സാധിക്കില്ല. അതുകൊണ്ട് ഇത്തരം ആശങ്കകളും അനിശ്ചിതത്വങ്ങളും ഒക്കെ തന്നെ നിലനിന്നേക്കാം. ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള പല പ്രവചനങ്ങളും ശരിയാകുന്നതാണ് ജനങ്ങൾ ഒരുപക്ഷെ ഈ പ്രവചനങ്ങളെ വിശ്വസിക്കാനുള്ള കാരണം. ഈ ലോകത്ത് ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഏറെ കൂടുതലാണ്. മനുഷ്യരുടെ കൗതുകത്തെയും ഭയത്തെയും ഒരുപോലെ ഉണർത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ ആശ്രയിച്ചും വിശ്വസിച്ചും നിൽക്കുന്ന നിരവധി ആളുകൾ എപ്പോഴുമുണ്ട്. ന്യൂസ് ഡെസ്ക്, അർലി വാർത്ത ഇൻസൈറ്റ്.